ഹായ്, ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വരുന്നത് ഹാറൂൺ ആണ്. ഹാറൂണിൻ്റെ വീട് കണ്ണൂരാണ്. ആള് നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാണ്ട് സൈക്കോളജി ഡിപ്ലോമ കഴിഞ്ഞതാണ്, NLP കഴിഞ്ഞതാണ്, ട്രെയിനറും കൂടിയാണ്. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയൊരാളാണ്. പക്ഷെ ആൾ വലിയൊരാളൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും ആളുടെ ഏജ് 18 വയസ്സായിട്ടുള്ളൂ. എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആളെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം ഹാറൂൺ. ഹായ് ടു ഓൾ, എന്തൊക്കെ വിശേഷങ്ങൾ? ഹാപ്പി അല്ല എല്ലാവരും? എന്താ പരിപാടി? നമ്മളെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തല്ലേ? എൻ്റെ പേര് പറയണമെന്നില്ല, എന്നാലും പറയാലേ. എൻ്റെ പേര് ഹാറൂൺ. കണ്ണൂർ ജില്ലയിലാണ് വീട്. പിന്നെ ജനിച്ചിട്ട് 18 വർഷമായി. ഓക്കെ. പിന്നെ മക്കളോ, എൻ്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഡ്രീം ഫോർ സക്സസ്, വിജയത്തിനായിട്ടുള്ള സ്വപ്നം കാണുക. ആരാണ് കാണുക വിജയത്തിനായിട്ട് സ്വപ്നം കാണുക? ആദ്യം നമ്മൾ എന്താ വേണ്ടെന്നറിയോ? നമ്മളൊന്ന് ആഗ്രഹിക്കുക, അല്ലേ? ആഗ്രഹിക്കാതെ വെറുതെ സ്വപ്നം കണ്ടാൽ എന്ത് സ്വപ്നമാവും, പക്ഷെ എന്താവില്ല, സക്സസ്ഫുൾ ആവോ? വിജയമാവോ? പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ലല്ലോ. ആദ്യം നമ്മൾ എന്താകാന്നറിയോ? ആഗ്രഹിക്കാം. ഞാനിപ്പോൾ ആഗ്രഹിക്കണുണ്ട് എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മളിനി സ്വപ്നം കാണുക, അങ്ങനെ ആവുന്നതായിട്ട് സ്വപ്നം കാണുക. നമ്മളങ്ങനെ സ്വപ്നം കാണുക എങ്ങനെയാണെന്നറിയോ? നമ്മളൊരു കൗൺസിലറായി, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റായി, അല്ലെങ്കിൽ ഒരു ടീച്ചറായി, എന്നിട്ട് നല്ല നല്ല സ്റ്റുഡൻസിനെ ഇങ്ങനെ വാർത്തെടുക്കുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുക. അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറായിട്ട് ഇങ്ങനെ എല്ലാവരെയും നല്ല രീതിയിൽ കൗൺസിലിങ് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോളറായിട്ടോ, അങ്ങനെയൊക്കെ ഒരു സ്വപ്നം കാണുക. ആഗ്രഹിച്ചിട്ടാണ് സ്വപ്നം കാണുന്നത്, അല്ലേ? എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഒരു സൈക്കോളജിസ്റ്റ് ആവണം. ഞാൻ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കും, സൈക്കോളജിസ്റ്റ് ആവണം, സൈക്കോളജിസ്റ്റ് ആവണം, സൈക്കോളജിസ്റ്റ് ആവണം എന്ന് വെച്ചാൽ നടക്കുമോ? നടക്കുമോ? നിങ്ങൾ പറ, നടക്കുമോ? ഇല്ലല്ലോ. ഞാൻ ആദ്യം ആഗ്രഹിച്ചതെന്നറിയോ? ഞാൻ ആദ്യം ആഗ്രഹിച്ചെന്നറിയോ? സ്വപ്നം കാണണം എന്നുള്ള ആഗ്രഹം. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചെന്നറിയോ? എനിക്ക് പഠിക്കണം. പഠിക്കണം എന്നറിയോ? ആദ്യം ചെറിയൊരു കോഴ്സ് പഠിക്കണം. എന്നിട്ട് ആദ്യം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുക, അല്ലെങ്കിൽ ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുക. അതിൽ ഇങ്ങനെ പതിയെ പതിയെ പഠിച്ച് കയറി വരിക. അല്ലാതെ ആദ്യം തന്നെ നമ്മളൊരു സൈക്കോളജി കൗൺസിലർ ആവണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിക്കും. ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. അതവിടെ ചെതലടിച്ചു പോകും, അല്ലേ? സ്വപ്നം കുറച്ച് കഴിയുമ്പോൾ ചെതലടിച്ചു പോകും. നമ്മളെന്താ വേണമെന്നറിയോ? അതിനായിട്ട് പ്രവർത്തിക്കാം. നമ്മളെ സമയം അതിനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? ഒരാൾ വിളിച്ചാൽ പറയും നമ്മൾ തിരക്കാണ്. പക്ഷെ നമ്മളെന്തായിരിക്കും ഫോണിൽ ഇങ്ങനെ റീൽസോ അല്ലെങ്കിൽ യൂട്യൂബോ കണ്ടിരിക്കണ്ടാവും. നമ്മൾ പറയും നമ്മൾ തിരക്കാണ്, പഠിക്കാൻ സമയമില്ല, പണിയെടുക്കാൻ സമയമില്ല, അല്ലേ? നമ്മളെ സമയത്തിന് മാറ്റി വെക്കുക, നമ്മളെ ആഗ്രഹത്തിനുള്ള സമയം മാറ്റി വെക്കുക. എന്നിട്ടുണ്ടല്ലോ മക്കളോ, നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു കഥ പറഞ്ഞുതരാം കേട്ടോ, ബോറടിക്കണ്ടല്ലോ. എന്താ കഥ എന്നറിയാമോ? ലൈല മജ്നുവിൻ്റെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ? നല്ലൊരു പ്രണയകഥയാണല്ലേ? അടിപൊളി കഥയാണ് കേട്ടോ. നിങ്ങൾ വായിക്കണം, അത് കുറേ വായിക്കാനുണ്ട്. അതിൽ പ്രണയം എന്ന് മാത്രം വിചാരിച്ചിട്ട് വായിക്കാതിരിക്കരുത്. അത് കുറേ പഠിക്കാനുണ്ട് നമ്മൾക്ക്. അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു ഭാഗമുണ്ട് കേട്ടോ. അതിലൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ഭാഗമുണ്ട്, ചെറിയൊരു ഭാഗം ലൈല മജ്നുവിൻ്റെ കഥയിൽ ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ദിവസം മജ്നു കേസ് എന്നാണ് പേര്, പക്ഷേ നാട്ടുകാർ വിളിക്കുന്നത് മജ്നു എന്നാണ്, ഭ്രാന്തൻ. അങ്ങനെ മജ്നു ലൈലയുടെ, അതായത് മജ്നുവിൻ്റെ പ്രണയിനിയാണ് ലൈല. ലൈലയുടെ വളർത്തു നായ മജ്നു ഒരു ദിവസം കാണുകയാണ് ഇങ്ങനെ. അപ്പോൾ മജ്നു സ്വാഭാവികമായിട്ട് കാണും, വീട് എവിടെയാണെന്ന് അറിയില്ല ലൈലയുടെ. അപ്പം വളർത്തു നായയുടെ പിറകിലൂടെ മജ്നു ഓടുകയാണ്. എന്തിനാണെന്നറിയോ? ലൈലയുടെ വീട് അന്വേഷിച്ചിട്ട്. ആ വളർത്താൻ്റെ പിറകിലൂടെ മജ്നു ഓടി 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 പോകുന്ന സമയത്ത് മജ്നു പോകുന്ന വഴിയോരത്ത് കുറേ ആൾക്കാർ നമസ്കരിക്കുന്നുണ്ടായിരുന്നു. അത് മജ്നുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. എന്താണെന്നറിയോ? മജ്നുവിൻ്റെ ലക്ഷ്യം ലൈലയാണ്. ലൈലയോടുള്ള
എന്താ പറയാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് മജ്നുവിന് ലൈലയോട്. അപ്പോൾ അത് മജ്നു ലൈലയെ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നതിൻ്റെ തിരക്കിലുണ്ടല്ലോ, മജ്നു നമസ്കരിക്കുന്ന ആൾക്കാരെയോ സ്ഥലമോ ഒന്നും മജ്നുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മജ്നു അതിൻ്റെ ഇടയിലൂടെ അങ്ങ് ഓടി, ആ നായയുടെ പിറകിലൂടെ ഓടി. പക്ഷേ മജ്നുവിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയില്ല. അങ്ങനെ മജ്നു തിരിച്ചു വരികയാണ്. ആ സമയത്തുണ്ടല്ലോ മജ്നുവിനോട് ആ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മജ്നുവിനോട് പറയുന്നുണ്ട്, അല്ലയോ മജ്നു, നിനക്ക് നമസ്കരിച്ചുകൂടെ? നീ നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ? നിനക്ക് നമസ്കരിച്ചുകൂടെ എന്ന് മജ്നുവിനോട് ആ നമസ്കരിച്ചു കൊണ്ടിരുന്ന ആൾ ചോദിക്കുന്നുണ്ട്. അപ്പം മജ്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ലൈലയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഓടിയിരുന്നത്. മജ്നു എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ എൻ്റെ ലൈലയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഓടിയത്. ആ സമയത്ത് നിങ്ങൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ ലൈല മാത്രമായിരുന്നു, എൻ്റെ ലക്ഷ്യം എൻ്റെ ലൈല മാത്രമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈലയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് ലൈലയോടുള്ള സ്നേഹം, ലൈലയെ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് മജ്നു അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു വാക്കും കൂടി മജ്നു അദ്ദേഹത്തോട് പറഞ്ഞു കേട്ടോ. പിന്നെ മജ്നു പറഞ്ഞൊരു വാക്കാണ് എന്തെന്നറിയോ? നിങ്ങളുണ്ടല്ലോ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആള് മജ്നുവിനോട് ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞു മജ്നു ഉത്തരം പറഞ്ഞു. രണ്ടാമത് മജ്നു അദ്ദേഹത്തോട് ഒരു വാക്കും കൂടി പറയാനുണ്ട്. എന്തെന്നറിയോ? നിങ്ങൾ പടച്ചവന് വേണ്ടിയിട്ടാണ് നമസ്കരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണുമായിരുന്നു. അവിടെ ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എത്രയോ മനോഹരാണല്ലേ. ഒരു ലക്ഷ്യമില്ലാണ്ടായിരിക്കണം. അദ്ദേഹം പടച്ചവന് വേണ്ടിയിട്ടാണ് നമസ്കരിച്ചിരുന്നെങ്കിൽ മജ്നുവിനെ കാണില്ല. കാരണം എന്താണെന്നറിയോ? അതാണ് അവൻ്റെ ലക്ഷ്യം, നമസ്കാരം, പടച്ചവന് വേണ്ടിയിട്ടുള്ള നമസ്കാരം. അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മജ്നു എന്തായിട്ട് കാണില്ല. കാണോ? മജ്നുവിന് എന്തായിട്ട് കാണോ? ഇല്ല. ഉറപ്പല്ലേ? അപ്പോൾ ഉണ്ടല്ലോ മക്കളോ, നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയോ? നമ്മളെ കുറേ ആൾക്കാരുണ്ടാവും, ഒക്കെ പറയും, എന്താ നീ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ, നീ ടീച്ചറാവാനാ, നീ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ടീച്ചറാവണം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആവണം. നീ കൗൺസിലർ ആവാനാ? എന്നിട്ട് നാട്ടുകാർ പറയും നീ കൗൺസിലർ ആവാനാ? നീ കൗൺസിലറായിട്ട് എന്താക്കാനാ? കുട്ടികളെ വെടക്കാക്കാനോ, നാട്ടുകാരെ വെടക്കാക്കാനോ, വരുന്ന ആൾക്കാരെ വെടക്കാക്കാനോ, അവരെ കൊലക്ക് കൊടുക്കാനോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ അതൊക്കെ നമ്മൾ മൈൻഡാക്കാനേ പാടില്ല. നമ്മൾ ആഗ്രഹത്തിനോട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കുറേ ആൾക്കാർ തളർത്താനുണ്ടാവും, പക്ഷേ നമ്മളെ ആഗ്രഹം ഉണ്ടല്ലോ അതെപ്പോഴും നമ്മളെ അവിടെ തന്നെ ഉണ്ടാവണം, വലത് കൈയിൽ തന്നെ മുറുകെ പിടിക്കണം. ഓക്കെ. കുറേ ആൾക്കാരുണ്ടാവും മക്കളെ, എല്ലാത്തിനും നമ്മളെ നശിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെന്താകുക, നമ്മൾ ആഗ്രഹത്തോട് മുന്നോട്ട് പോവുക. നമ്മൾ ആഗ്രഹിക്കുക, ആദ്യം ഒരു ചെറുത് ആഗ്രഹിക്കുക. എന്താണെന്നറിയോ? ഒരു കൗൺസിലർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ഘടകം ആഗ്രഹിക്കുക. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നേടണം, ഡിപ്ലോമ എടുക്കണം, വേറെ എന്തൊക്കെ കോഴ്സ് എടുക്കണം, അത് ആഗ്രഹിക്കുക. പിന്നെ ഇനിയും ആഗ്രഹിക്കുക. എന്താണെന്നറിയോ? ഒരു സൈക്കോളജിസ്റ്റ് ആയാലോ, ഒന്നുകൂടി ആഗ്രഹിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുക. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് കസേരയിലൊക്കെ ഇരുന്നിങ്ങനെ കറങ്ങുക, നല്ലൊരു ഐഡിയ ഒക്കെ തൂക്കി, അല്ലെങ്കിൽ നല്ലൊരു കോട്ടൊക്കെ ഇട്ട് വക്കീലൊക്കെ ആകുന്നത് ഇങ്ങനെ സ്വപ്നം കാണുക. നമ്മൾ ആഗ്രഹത്തിന് കണക്കായിട്ട് സ്വപ്നം കാണുക. പിന്നെ ഒരു കാര്യം എന്തെന്നറിയോ? അങ്ങനെയാണ് നമ്മൾ ആഗ്രഹം വിജയിക്കുക കേട്ടോ. ഡ്രീം ഫോർ സക്സസ്, വിജയത്തിനായിട്ട് സ്വപ്നം കാണുക. നമ്മൾ വിജയത്തിനായിട്ട് സ്വപ്നം കാണുക, എന്തായാലും വിജയിക്കും. ഞാനൊക്കെ സ്വപ്നം കണ്ടിട്ടാണോ വിജയിച്ചിട്ടുള്ളത്? ഞാനൊക്കെ സ്വപ്നം കണ്ടെടുത്താണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. ഓരോരോ പടികൾ ഇങ്ങനെ കയറിപ്പോവും. അതിനിടയിൽ ചില തളർച്ചകൾ വരും. പിന്നെ ഇനിയും കയറിപ്പോവാൻ തോന്നും, ഇനിയും കയറിപ്പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആവണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുക. എല്ലാവരും ചോദിക്കുക എന്താണ് ആഗ്രഹം. ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങാനുള്ളതാണോ? അല്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് എന്തോ ആഗ്രഹിച്ചൂടെ? നമുക്ക് ആഗ്രഹിക്കാം. വക്കീലാണോ? നമ്മൾക്ക് ആഗ്രഹിക്കാം. ആഗ്രഹം മാറ്റണോ? നമുക്ക് മാറ്റാം. വേറൊരാളെ ഷെഡ്യൂൾ വെക്കണോ? വേറൊരാളെ മൊഡ്യൂൾ വെക്കണോ? അവിടെ ഒന്നും വേണ്ട, നമുക്ക് ആഗ്രഹിക്കാം. വേണമെങ്കിൽ നമ്മൾക്കൊരു പോലീസ് ആവണോ? ആഗ്രഹിക്കാമല്ലോ. ടീച്ചറാവണോ? ആഗ്രഹിക്കാം. എഞ്ചിനീയർ ആവണോ? ആഗ്രഹിക്കാം. മന്ത്രി ആവണോ? ആഗ്രഹിക്കാം.
ആഗ്രഹിക്കാം. ഈ ലോകത്തൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് ആഗ്രഹിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വപ്നം കാണണം. പരാജയം ഒരിക്കലും സ്വപ്നം കാണരുത്. നമ്മൾ പരാജയം ഒരിക്കലും മുന്നിൽ കാണരുത്. തോൽക്കും, തോറ്റാലേ വിജയം ഉണ്ടാവും അല്ലേ? തോറ്റാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ എണീക്കാതിരിക്കരുത്. വീണെടുത്ത് നിന്ന് എണീക്കണം. വീണെടുത്ത് നിന്ന് അപ്പം തന്നെ എണീക്കണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞ് എണീച്ചാൽ അവിടെ നെയ്യാവും. വീണെടുത്ത് നിന്ന് എണീച്ചിട്ട് എന്താക്കാന്ന് അറിയാം, ഇനിയും തുടങ്ങാം. ഓക്കെ. എന്നിട്ട് നമ്മൾ ആഗ്രഹം ഒന്ന് ആഗ്രഹിച്ചു നമ്മൾ, എന്നിട്ട് നമ്മൾ സ്വപ്നം കാണുക. അല്ലാ, ഇന്ന് രാത്രി നമ്മൾ ആഗ്രഹിച്ചൊരു സ്വപ്നം കാണുക. ഒരു സൈക്കോളജിസ്റ്റ് ആവാം എന്നുള്ള ആഗ്രഹമാണല്ലേ, സ്വപ്നം കാണുക. ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഇങ്ങനെ സ്വപ്നം കാണുക. ചെയറിലിരുന്ന് കറങ്ങുക, പുഞ്ചിരിച്ചുകൊണ്ട് കറങ്ങുക, പേനയെടുത്ത് ഇങ്ങനെ നമ്മളെ ടേബിളിൽ കുത്തുക, ഒരു ക്ലയൻറ്റ് വരിക, സംസാരിക്കുക, നല്ല രീതിയിൽ വിടുക. അതിനിടക്ക് പെട്ടെന്നൊരു കട്ട് വന്നു. അതെന്താണെന്ന് പറയുക, ഒരു തോൽവിയുള്ള ഒരു സ്വപ്നം നമ്മൾ അതിനും അവിടെ കൊണ്ടിട്ട് എന്താ പറയുക, എന്താ ആകെ പരാജയമായി, ക്ലയൻറ്റിനൊന്നും മനസ്സിലാവുന്നില്ല, നമ്മൾ സംസാരിക്കുന്നൊന്നും ക്ലയൻറ്റിന് മനസ്സിലാവുന്നില്ല, ഒന്നും തിരിയുന്നില്ല, അവിടെ വെറുതെ ഇരുന്ന് കറങ്ങി എന്തുണ്ടാക്കാനാണ്, നാട്ടുകാർ വരുന്നു, അടിച്ചു പൊളിക്കുന്നു. അങ്ങനെയുള്ള സ്വപ്നങ്ങളും പരീക്ഷയ്ക്ക് പൊട്ടുന്നു, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണരുത്. തോൽവിനെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നം കാണുക, വിജയിക്കാൻ മാത്രമുള്ള സ്വപ്നം കാണുക. സ്വപ്നം കാണാൻ ആരെങ്കിലും പെർമിഷൻ വേണോ? വേണ്ടല്ലോ. നമ്മളിഷ്ടമാണ് സ്വപ്നം കാണൽ. നമ്മളൊരു വികാരമാണ് സ്വപ്നം കാണൽ അല്ലേ? അപ്പോൾ നമ്മൾ വിജയിക്കുമല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ വിജയിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മളൊരു വലിയ ആളായി, നമ്മളൊരാളായി എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, ഒരിക്കലും പാടില്ല. നമ്മളെന്തായാലും തളർത്തും. അതാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സിലും വലിയൊരു ആളായി എന്ന നിലയിലും നമ്മളെ തളർത്തുക ഒരു കാര്യമാണ്. എന്നറിയോ, നമ്മൾ വലിയ ആളായി, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം, എന്നെ കഴിഞ്ഞിട്ടേ എൻ്റെ അസിസ്റ്റൻസ് ഉള്ളൂ, അങ്ങനെയുള്ള ഓരോരോ ചിന്തകളുണ്ടല്ലോ, ഒക്കെ തളർത്തും. പിന്നെ ഓരോരോ ആളെ കാണുമ്പോഴുള്ള ഒരു ഇതും ബഹുമാനിക്കുക, എല്ലാ ആൾക്കാരെയും ബഹുമാനിക്കുക, പാവപ്പെട്ടവരൊക്കെ ബഹുമാനിക്കുക, ഒക്കെ ചേർത്ത് പിടിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് വിജയം എന്തായിട്ടുണ്ടാവുകയുള്ളൂ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ചിന്തിക്കുക. നമുക്ക് കുറേ കാലങ്ങളുണ്ടല്ലേ, എത്രയോ സങ്കടങ്ങളിലും എത്രയോ വിഷമങ്ങളിലൊക്കെ ആയിരിക്കുമല്ലേ നമ്മൾ വരുന്നത്. കുറേ സങ്കടങ്ങൾ, കുറേ ആൾ തളർത്തിയത്, കുറേ ആൾ മുമ്പിൽ നമുക്കിത് നേടിയെടുക്കണം, നമ്മളെ ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് നമ്മളെപ്പോഴും കാണിക്കുക. അവരുടെ മുമ്പിൽ നമ്മൾ ഇത് നേടിയെടുത്തിരിക്കും, അങ്ങനെ ഒന്ന് നമ്മൾ കാണിക്കുക. മറിച്ച് നമ്മൾ അഹങ്കാരം കാണിക്കാണ്ടല്ലോ, ഒക്കെ തകർന്നു പോകും. അതുകൊണ്ട് ഒക്കെ നമ്മൾ എല്ലാം കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. മക്കളോ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ 18 വർഷമായി. എനിക്ക് 18 വയസ്സായി. ഞാൻ എന്നിട്ടും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര വയസ്സിൽ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നറിയോ? ചെറുപ്പത്തിലെ ഒരു അംഗൻവാടി പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാവും അല്ലേ? ഞാനൊക്കെ വണ്ടി വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു വണ്ടി ഉണ്ടല്ലോ, ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന തറയിലൂടെ, അതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഫോണ്, 10 വയസ്സായപ്പോൾ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ആഗ്രഹം വിട്ടിട്ടില്ല. ഞാൻ വീണ്ടും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചു 18ാമത്തെ വയസ്സിൽ ഞാനൊരു ഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ഇങ്ങനെ വന്നു, എനിക്കിങ്ങനെ ഒരു ക്ലാസ് എടുക്കണം, ഡ്രീം ഫോർ സക്സസ് എന്നൊരു ക്ലാസ് എടുക്കണം, അതിലൂടെ കുറേ വിശദീകരിച്ച് കൊടുക്കണം, ഒന്നുമില്ല, ചെറിയൊരു കണ്ടൻറ്റ് കൊടുക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് അസ്വസ്ഥതയൊന്നും ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റണേ. ഞാൻ ഇന്നലെ എനിക്ക് ഷാജിദ മാം പോസ്റ്റർ അയച്ചപ്പോഴേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കെടുക്കാൻ പറ്റണേ, നല്ല രീതിയിൽ എടുക്കാൻ പറ്റണേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ ഇന്നലെ വരെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് ആഗ്രഹത്തിൻ്റെ പവർ, സ്വപ്നത്തിൻ്റെ പവർ. ഞാൻ പലയിടത്തും തോറ്റിട്ടുണ്ട്. ഞാൻ പല വഴിയിലും തോറ്റിട്ടുണ്ട്, തോറ്റെടുത്തു നിന്ന് ഉരുണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹം കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഈ ക്ലാസ് കേട്ടാൽ ഒക്കെ എല്ലാ ആൾക്കാരും ഈ ക്ലാസ് കേൾക്കുമല്ലേ. അപ്പോൾ മക്കളും, നമ്മൾ ഈ ക്ലാസ്
എൻ്റെ ഒരു വർത്താനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വോയിസ് ആയിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളിത് കേട്ട് ഒരു ക്ലാസ് രൂപത്തിൽ കേട്ട് പോവാതെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഈ വോയിസ് എന്ന് പറയണ്ടല്ലോ, ഈ വോയിസിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, ആഗ്രഹത്തിൻ്റെ ഒരു കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം കേട്ടോ. നമ്മളിപ്പോൾ വോയിസ് കേൾക്കുകയാണ്, ഞാൻ കുറേ വോയിസൊക്കെ അയച്ചു. അപ്പോൾ ആഗ്രഹിച്ച് കേൾക്കുകയാണെങ്കിൽ അതിനൊരു രസം ഉണ്ടാവും അല്ലേ. നമ്മളൊക്കെ ആഗ്രഹിച്ച് വായിക്കുകയാണെങ്കിൽ അതിനൊരു രസം ഉണ്ടാവും. എന്തായിരിക്കും? സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലായിട്ടുള്ള നല്ല അടിപൊളി സ്റ്റോറി ആയിരിക്കും അല്ലേ. ആഗ്രഹിക്കാതെ നമ്മളിപ്പോൾ വായിക്കുകയാണെങ്കിലോ ചന പോലെ ആവും അല്ലേ. ഒരുമാതിരി എന്താ പത്രം വായിക്കുന്ന പോലെ ആവില്ലേ, വെറുതെ ഒരു കാട്ടിലൂടെ ഓടുന്ന പോലെ ആവില്ലേ. അതായത് മറിച്ച് ഒരു ഫോറസ്റ്റ് കയറിയിട്ട് നമ്മളിങ്ങനെ ഫോറസ്റ്റൊക്കെ കണ്ട് ആന, പുലി, കടുവ ഒക്കെ കാണും അല്ലേ. നമ്മൾ അതിലൂടെ ഓടി പോവുകയാണെങ്കിൽ ഒന്നിനും കാണുമോ? ഇല്ലല്ലോ. നടന്നിട്ട് പതിയെ പോവുകയാണെങ്കിൽ ഒക്കെ കാണും. അതുപോലെ നമ്മളിപ്പോൾ വോയിസ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിച്ച് കേൾക്കണമല്ലോ. എന്തായിരിക്കും ക്ലാസ്? അങ്ങനെ ആഗ്രഹിച്ച് കേൾക്കുക. ഓക്കെ. അപ്പോഴാണ് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുക. പിന്നെ വളരെ ബോറായിട്ടുള്ള ക്ലാസ് ആയിരിക്കും അല്ലേ കേട്ടിട്ട്. ബോറടിക്കുന്നുണ്ടാവും അല്ലേ മക്കളും? ഞാൻ ഒരു കഥ പറഞ്ഞു തരാം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ പറയണ്ടോ? ഇപ്പം നിർത്താം. കഴിയാനായി ഒരു 5 മിനിറ്റും കൂടി. ഓക്കെ. പിന്നെ ഒരു ദിവസം ഒരു കുട്ടിയോട് ഒരു മാഷ്, ഒരു സാറിങ്ങനെ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന്. സാർ എല്ലാവരോടും ചോദിക്കുന്നതിനിടയിൽ ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താവാൻ ആഗ്രഹം? കുട്ടി ഒന്നും മിണ്ടിയില്ല. അവന് വീണ്ടും അവനോട് ചോദിച്ചു, നിനക്ക് എന്താവാൻ ആഗ്രഹം? അവനൊന്നും മിണ്ടിയില്ല. സാറ് ചോദിച്ചു, മോനിക്കൊന്നും ആഗ്രഹമില്ലേന്ന് ചോദിച്ചു. അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. പിന്നെ അവൻ അടുത്തൊരു ക്ലാസ്സിലെത്തി, വലിയൊരു ക്ലാസ്സിലെത്തി, ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തി. ആ സമയത്ത് ആ സാറിൻ്റെ അവന് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹം? അപ്പോൾ അവൻ പറഞ്ഞെന്നറിയോ, എനിക്കൊരു പൈലറ്റ് ആവണം. അവൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞു, എനിക്കൊരു പൈലറ്റ് ആവണം. വീണ്ടും സാർ അവനോട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനോട് വീണ്ടും ചോദിച്ചു, നിനക്കെന്താണ് ആഗ്രഹം? അവൻ പറഞ്ഞു, എനിക്ക് ഒരു വലിയൊരു കോടീശ്വരനാവണം സാറേ പറഞ്ഞു. അത് കഴിഞ്ഞു വീണ്ടും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ട് അവനോട് സാറേ ഇനിയും ചോദിച്ചു, നിനക്കെന്താവാൻ ആഗ്രഹം? അപ്പോൾ അവനെന്ത് പറഞ്ഞെന്നറിയോ, സാറേ എനിക്ക് എൻജിനീയർ ആവണം. അത് കഴിഞ്ഞു അവനോട് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനോട് ചോദിച്ചു, മോനെ നിനക്കെന്താവാൻ ആഗ്രഹം? അവൻ പറഞ്ഞു, സാറേ എനിക്ക് വലിയൊരു ബിസിനസ് മാൻ ആവണം. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് സാറ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സാറ് അവനെ കാണുമ്പോൾ അവനുണ്ടല്ലോ ഒരു പണിയില്ലാതെ അവന് സാറിങ്ങനെ പോകുന്ന വഴിയോരത്തൊരു കുട്ടിയല്ല, കുറച്ചൊരു പക്വതയുള്ള ഒരു യുവാവ് വീടിനടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാറ് ചോദിച്ചു, ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ, അതേലോ, അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം, എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. അപ്പോൾ സാറങ്ങനെ പോകുമ്പോൾ സാറിനെ കണ്ടു എണീച്ചിട്ടു, സാറേ സുഖന്നല്ലേ? ആ നീയല്ലേ മറ്റേ നമ്മളെ ബിസിനസ് മാനൊക്കെ ആലോചിച്ചു? അയാൾ തന്നെ സാറേ. ഇപ്പം നീ എന്താ പണി? ഒന്നുമില്ല സാറേ. അവിടെ നമ്മൾ ട്വിസ്റ്റ് എന്ന് മനസ്സിലാക്കണം എന്നറിയോ, ഒരുപാട് കുട്ടികളായിരിക്കാം, പക്ഷെ ഞാനൊരു കഥ പറഞ്ഞ കേട്ടോ. നമ്മൾ ആഗ്രഹിക്കാം, പക്ഷെ കുറേ ഒന്നിച്ച് ആഗ്രഹിക്കരുത്, വാരി വലിച്ച് ആഗ്രഹിക്കരുത്. ഇപ്പം നമ്മൾ തിന്നാണെങ്കിൽ വാരി വലിച്ച് തിന്ന തൊണ്ടയിൽ കുടുങ്ങി പോകില്ലേ, അതുപോലെയാണ്. അവിടെ അങ്ങ് നിൽക്കുകയും ചെയ്യും, വെറുതെ നിൽക്കും, എന്നിട്ട് ചെതലരിച്ച് പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത് വെച്ചാൽ, ഇത്രയും ചെറിയ സമയമുള്ളൂ, അരമണിക്കൂറുള്ളൂ. അപ്പം ഈ ടൈമിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് മക്കളോ, നിങ്ങൾ ആഗ്രഹിക്കുക, വിജയത്തിനായിട്ടുള്ള മാത്രം സ്വപ്നം കാണുക. നിങ്ങൾക്ക് സ്വപ്നം കാണാം, കുറേ ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ. വീട് വെക്കുക, നല്ല സുന്ദരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ അല്ലേ, എനിക്ക് നല്ലൊരു പെൺകുഞ്ഞ് വേണം, എനിക്ക് നല്ലൊരു ആൺകുഞ്ഞ് വേണം, ഒക്കെ ആഗ്രഹങ്ങളാണല്ലേ. നല്ലൊരു സുന്ദരമായൊരു വീട് ആഗ്രഹമാണല്ലേ, നമ്മളെ സുന്ദരമായൊരു കാറ് ഒക്കെ ആഗ്രഹമാണല്ലേ. അപ്പം നമ്മൾ ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സ്വപ്നം കാണുക, വിജയത്തിനായിട്ട് മാത്രമുള്ള സ്വപ്നം കാണുക. നമ്മൾ ദുഷിച്ചതൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ ഒക്കെ നശിച്ചു പോകും.